ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളടുത്ത് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നു. നിങ്ങളടുത്ത് എന്തൊക്കെയാണ് ഈ സമയത്ത് പറയാനുള്ളത്? അത് മേ ബി നിങ്ങളുടെ റിലേഷൻ ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന എന്ത് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ദൈവത്തിന് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അതിനുവേണ്ടി പല കാര്യങ്ങളൊന്നും വയ്ക്കുന്നത്, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഡിവൈന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എല്ലായിടത്തും ഒരേ കണക്കായിരിക്കും. അപ്പം ഈ ഒരു സമയം ഡിവൈൻ എനർജിക്ക്, അല്ലെങ്കിൽ ആ ഒരു ഏഞ്ചൽസിന്, ആ ഒരു മാലാഖയ്ക്ക്, ആ ഒരു നിങ്ങളുടെ ഒരു ഗാർഡിയനിന് നിങ്ങളടുത്ത്, ഈ ഒരു യൂണിവേഴ്സിന് നിങ്ങളുമായിട്ട് സമയം പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം, അതിനുള്ള സൊല്യൂഷൻസ് ആയിരിക്കാം ഇതുവഴി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സമയം നിങ്ങളടുത്ത് യൂണിവേഴ്സ് കോൺടാക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഈ സമയം നിങ്ങളുടെ ഇഷ്യൂസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെ സംബന്ധിച്ചുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സമയം നിങ്ങളടുത്ത് യൂണിവേഴ്സ് കോൺടാക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഈ ഒരു സമയം നിങ്ങളടുത്ത് മെയിൻലി പറയാൻ നിങ്ങളുടെ ഡിവൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒന്നീ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എടുത്തു കളയാൻ പറ്റാത്ത എന്തൊക്കെയോ ഒരു ഇഷ്യൂസ്, നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ മറക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ എടുത്ത് കളയണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എടുത്ത് കളയാൻ പറ്റാത്ത എന്തൊക്കെയോ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മൈൻഡ് എന്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനിൽ കടന്നു പോകാൻ ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് കാണാൻ വരുന്നത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് ഒരിക്കലും എടുത്ത് കളയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് തന്നെ വെളിച്ചവും തരുന്നുണ്ട്, നിങ്ങൾക്കത് തന്നെ നിങ്ങൾ നെഗറ്റീവും ആക്കുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് ചില സംഭവങ്ങൾ. ഈ ഒരു സമയം കൂടുതലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രസ്റ്റ് എന്നുള്ള ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലും ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയം നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, കുറേയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ടൈം, ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിലോട്ട് കൂടുതലും കടന്നു പോകാൻ പറ്റുന്ന ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നെഗറ്റീവ്സ്, പ്രശ്നങ്ങൾ എല്ലാം മാറിയതിന് ശേഷം പുതിയ കാര്യങ്ങൾ, പുതിയ വേ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കേണ്ടി വരത്തില്ല. നിങ്ങളെ സംബന്ധിച്ച് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്കൊരു നല്ലൊരു കാറ്റടിക്കുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല പണിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു യൂണിവേഴ്സ് ഒരു കാറ്റ് തരുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവും. നിങ്ങൾ ഭയങ്കരമായിട്ടും വിയർത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു കാറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു തലോടൽ പോലെ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവും. അതേ കണക്ക് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുതലായിരിക്കും. എല്ലാത്തിനെ സംബന്ധിച്ച് ജോലി അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഭയങ്കരമായിട്ടും ട്രസ്റ്റ് ഉണ്ടാകുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വഴിയിൽ എല്ലാം പോസിറ്റീവായിട്ട് മാറും. നെഗറ്റീവ്സിലെല്ലാം മാറിയതിന് ശേഷം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറും. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേടിക്കേണ്ട സാധനങ്ങൾ, അതായത് വേടിക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ ലൈഫിൽ ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടും. അതുപോലെ തന്നെ സാലറിക്ക് സമയത്ത് ഭയങ്കരമായിട്ടും ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് കുറേയധികം പണം കിട്ടുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റും. വീക്ക്ലി മന്ത്ലി നിങ്ങൾക്ക് എന്തൊക്കെയോ പണം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും ഉണ്ടാകുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കൂടുതലും ഈ ഒരു സമയത്ത്
ഓർണമെൻറ്റ്സ്, ലേഡീസിനെ സംബന്ധിച്ചാണെങ്കിൽ ഓർണമെൻറ്റ്സ്, ബോയ്സിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു വീട് വയ്ക്കണം, കാറ് വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ടേണിംഗ് പോയിൻ്റ് ഇല്ലാണ്ട് നടന്ന പിള്ളേരാണ്, അല്ലെങ്കിൽ ടേണിംഗ് പോയിൻ്റ് ഇല്ലാണ്ട് നടന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അവിടെ വെച്ച് നിങ്ങളുടെ വഴി മാറി ചിന്തിക്കുന്നുണ്ട്, മാറി നടക്കാൻ വേണ്ടി നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ നിങ്ങളോട്ട് തന്നെ ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്തത്. മറ്റ് റിലേഷൻഷിപ്പിലോ കാര്യങ്ങളോ ഒന്നിലും നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല. 0 മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു ടൈമായിട്ടാണ് ഈ സമയം കാണുന്നത്. ഈ ഒരു ടൈം നിങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്നത് മറ്റാരുമല്ല, യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്നത് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെയും പേടിക്കേണ്ടി വരത്തില്ല. ഒരു പുൽനാമ്പിന് പോലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട് യൂണിവേഴ്സിന്. എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടൊരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. സ്വർണം, വെള്ളി ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അതായത് തൂക്കം കുറയും, അല്ലെങ്കിൽ കുറച്ച് പൗരുഷം കൂടും, പൗരുഷം കുറയും. അതായത് സ്വർണത്തിന് സ്വർണത്തിൻ്റെതായ വാല്യൂ ഉണ്ട്, വെള്ളിക്ക് വെള്ളിയുടേതായുള്ളൊരു വാല്യൂ ഉണ്ട്. അത്രമാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി. അതായത് നിങ്ങളെ നശിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ഉള്ള കാര്യത്തിൽ തന്നെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്കുള്ളത് അതിന് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾക്കുള്ളിൽ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുള്ളത് മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് പല മിറാക്കിൾ, പല സ്വപ്നങ്ങൾ, പല ഡിവൈൻ എനർജി പരമായിട്ടുള്ള പല ഡയമെൻഷൻസ് നിങ്ങളുടെ ലൈഫിൽ കാണിച്ചു തരുന്നൊരു മന്തായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റും. കുറേയധികം സിറ്റുവേഷൻസ്, അനുഭവങ്ങൾ, പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഈ സമയം നിങ്ങൾ നിങ്ങളായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. നിങ്ങളായിട്ട് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും മാസ്ക് ഇട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ ആരെങ്കിലും കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും നെഗറ്റീവിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആര് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് ഒരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്നാൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കുറേ ആൾക്കാരടുത്ത് നിങ്ങൾ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. കുറേയധികം സിറ്റുവേഷനിൽ നിങ്ങൾ നിന്ന് കൊടുക്കാണ്ടിരിക്കേണ്ടി വരും. നിങ്ങളായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്ത് യൂണിവേഴ്സ് തരാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷീൽഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങളായിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ആരാണോ, നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യം അവിടെ കാണിക്കും. നിങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ നെഗറ്റീവ് കാണിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ച് കരഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇമോഷൻ അവിടെ കാണിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ മാസ്ക് ഒക്കെ ഊരി വെച്ചതിന് ശേഷം നിങ്ങളായിട്ട് മാറി നിൽക്കുന്നൊരു ടൈമായിട്ടാണ് ഈ ഒരു ഏപ്രിൽ മന്ത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങളെ തൊടാണ്ടിരിക്കാൻ വേണ്ടി, നിങ്ങളുടെ എനർജിക്കൊന്നും വലിയ പ്രശ്നമോ, എനർജി ക്ലെൻസ് ആവുക, അല്ലെങ്കിൽ എനർജി ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുക, അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ കാണുന്നില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആവുന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ തുടങ്ങും. ഈ സമയത്ത് കുറച്ചും കൂടെയൊക്കെ ബിൽഡായിട്ടുള്ളൊരു നിങ്ങളുടേതായ ടൈം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിലോട്ട് പോകാനുള്ളൊരു ചാൻസ്, നിങ്ങളെന്താണ് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അതിലോട്ട് നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരാണ്, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളിലോട്ട് തന്നെ കൂടുതലും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ കൂടുതലും എഫേർട്ട് എടുക്കാൻ തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ് എഫേർട്ട് എടുക്കാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും. നിങ്ങളുടേതായ ഓരോ കാര്യങ്ങൾക്കും, നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, അതുപോലെ തന്നെ ജോബ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ കൂടുതൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിലോട്ട് വേണ്ടിയിട്ട് മേ ബി ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും, ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഹീലേഴ്സ് ആയിരിക്കാം, റീഡേഴ്സ് ആയിരിക്കാം, എന്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ഫാമിലി ആയിരിക്കാം, എന്ത് കാര്യത്തിലാണോ നിൽക്കുന്നത് നിങ്ങൾ അതിൽ 100% എഫേർട്ട് ഇടുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എഫേർട്ട് ഇടുന്ന വേറൊരു കാര്യം നിങ്ങളുടെ പർപ്പസ്, അതിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തുടങ്ങും. നിങ്ങളെ പൂർണ്ണമായിട്ടും വരയ്ക്കാൻ തുടങ്ങും. നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ബാക്കിയുള്ള സിറ്റുവേഷൻ എന്താണോ, നിങ്ങളുടെ ടൈം എന്താണോ, നിങ്ങളുടെ ഒരു എല്ലാത്തിനുള്ളൊരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കും. മറ്റുള്ളവരെന്താണ്, നിങ്ങളെന്താണ് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ കൂടുതലും എഫേർട്ട് ഇടാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ളവരേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സഹായ മനസ്കതയൊക്കെ ഭയങ്കരമായിട്ടും കൂടും. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വരാൻ ചാൻസ് കുറവാണ്. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൂടുതലും വരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്
നിങ്ങളെ മനസ്സിലാക്കി വരുന്ന ആൾക്കാർ. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് വരും എന്ന പോലെ തന്നെ കുറേ അധികം സംഭവങ്ങൾ വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലാണ്. ഈ ടൈം നിങ്ങളെ സംബന്ധിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സംസാരം മാത്രമേ നിങ്ങൾ സംസാരിക്കത്തുള്ളൂ. പണ്ട് നിങ്ങൾ എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് അതൊക്കെ മാറിയതിന് ശേഷം പുതുതായിട്ടുള്ളൊരു സംസാര ശൈലി അല്ലെങ്കിൽ പുതുതായിട്ടുള്ളൊരു സംസാര രീതികൾ നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു വ്യക്തി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഴയ കണക്ക് ഓൺ ആവുന്നുണ്ട്, പഴയ കണക്ക് പ്യുവറായിട്ട് അടുത്തേക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടും ബിൽഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരുടെ സിറ്റുവേഷൻ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയും. അതായത് ഒരു അനസ്തേഷ്യ സിറ്റുവേഷൻ എന്ന് പറയും. നമുക്ക് അനങ്ങാൻ പോലും പറ്റില്ല. നമ്മളെ കണ്ണ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിക്കൊണ്ടിരിക്കും. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സാഡ്നെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു സാഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ. എന്ത് ചെയ്യണം? എല്ലാം ഡിവൈൻ്റെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം കൊടുക്കുന്നു. നിങ്ങളൊന്നും ചെയ്യുന്നില്ല, എല്ലാം വിധിയെ കുറ്റപ്പെടുത്തുന്നു. എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് വിധി എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നു. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്താണോ വരേണ്ടത് അത് മാത്രം വന്നാൽ മതി, എന്തായാലും ഇത്രയൊക്കെ ആയി എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് 100% പറയുന്നത് വിധിയും കാര്യങ്ങളൊക്കെ ഇനി മാറാൻ തുടങ്ങും ഏപ്രിൽ മന്ത്. ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. മെയിൻലി ഈ സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത് തന്നെയായിട്ടാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷമിച്ച് ഭയങ്കരമായിട്ടും ഡീപ്പിലി ഒന്നും മനസ്സിലാവാത്തൊരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തിനു വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്, ഒരു സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, നിങ്ങൾക്കൊന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, സൈക്കിക് അറ്റാക്കൊക്കെ വന്ന് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ കൂടുതലും നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാണാൻ പറ്റുന്നത്. മൂണാവേണ്ട സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു പ്രണയം, ഇവിടെ പ്രണയത്തെക്കുറിച്ച് കൂടുതലും കാണിക്കുന്നുണ്ട്. പ്രണയം മനസ്സ് കൊടുത്ത് പ്രണയിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ജെനുവിനായിട്ട് ആരെയൊക്കെ കാത്തിരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ആ പ്രണയത്തിന് ഭയങ്കരമായിട്ടും വാല്യൂ കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പവർ, ആ ഒരു അടുത്തൊരു മൂവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ഈ സമയത്ത് നിങ്ങളടുത്ത് ഡിവൈൻ പറയുന്നു, നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് ഏതൊരു വ്യക്തിയുടെ കൈ നിങ്ങളുടെ കരങ്ങളിൽ മേളിൽ വരുന്നുണ്ട്. നിങ്ങൾ ഒരുമിപ്പിച്ച് ചേർക്കുന്നു, നിങ്ങൾക്ക് വേണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിപ്പിച്ച് ചേർക്കുന്നു. ബട്ട് ഈ സമയത്ത് ഒരു പ്യുവറായിട്ടുള്ളൊരു ഹാർട്ട് വെച്ചിട്ടാണ് രണ്ടുപേരും കളിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു പ്യുവറായിട്ടുള്ളൊരു ഹാർട്ട് വെച്ചിട്ടാണ് നിങ്ങൾ രണ്ടും ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രണയത്തിന് രണ്ടുപേരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, ഈഗോ ചേർന്നിട്ട് ആ ഒരു പ്രണയത്തെ നശിപ്പിക്കാൻ, ആ ഒരു മനസ്സിനെ, നല്ലൊരു മനസ്സിനെ രണ്ടുപേരും ചേർന്ന് നശിപ്പിക്കാനാണ് നോക്കുന്നത്, ആ ഒരു പ്രണയത്തിൻ്റെ മനസ്സിനെ നശിപ്പിക്കാനാണ് നോക്കുന്നുണ്ടെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ പിറകെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അപ്പം ഈ സമയം എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, പല ആൾക്കാരും ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ടേൺ ഉണ്ടാവുകയാണ്. ഒരു മൂവ് സിറ്റുവേഷൻ ഒന്ന് അനക്കി വിടാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു പ്രത്യക്ഷ കൈ വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ വിടാണ്ടിരിക്കുക. ആ സമയത്ത് വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ വിടാണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരാൾ വരുന്നുണ്ട്, ഒരു ഏഞ്ചൽ മെസ്സേജുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ആയിട്ട്, ഒരു ഗാർഡിയനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി നിങ്ങളെ കൈ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഈ സമയത്ത് പറഞ്ഞുതരാം. ഈ ഒരു മന്ത് നിങ്ങളുടെ ലൈഫിൽ വരും. അത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ മനസ്സ് തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈക്ക് താഴെ ഒരു കൈത്താങ്ങായിട്ട് ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. മാരേജ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു മാരേജ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോൾമേറ്റ് കണക്ഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സമയമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രത്തോളം എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെടുത്ത എഫേർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയ വഴി നിങ്ങളുടെ ഡിവൈൻ, നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് തുറന്നു തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡോണ്ട് വെറി, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു വിങ്സ്, ഒരു നിങ്ങൾ കാണാതെ പോയൊരു ചിറക് നിങ്ങൾക്ക് മുളച്ച് വരുന്നുണ്ട് ഈ സമയത്ത്.
ഓക്കെ, ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത്, ഈ ഒരു വർഷം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു വിങ്സ് നിങ്ങൾക്ക് വേണ്ടി പൊങ്ങി വരുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യൂസ്ഫുൾ, പറക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള വഴി നിങ്ങൾക്ക് ഡിവൈൻ കാണിച്ചു തരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സംസാരം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സംസാരം സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഈ സമയം ഭയങ്കരമായിട്ട് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി കുറേ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾക്ക് നിങ്ങളെ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിതുവരെ നിങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീത്ത് എടുത്തിട്ട് നിങ്ങളിലോട്ട് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്തു നോക്കുക. ഈ സമയം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ മനസ്സിലാക്കില്ല എന്ന് ഈ ലോകത്ത് മറ്റാരും നിങ്ങളെ മനസ്സിലാക്കാൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ കംഫർട്ടായിട്ട് നിൽക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ കണ്ട അനുഭവങ്ങളും നിങ്ങൾ കണ്ട സിറ്റുവേഷൻസും അത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സോള് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം കൂടുതലും നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ റീച്ച് ഔട്ട് ആവേണ്ട സിറ്റുവേഷൻ നിങ്ങൾ റീച്ച് ഔട്ട് ആവും. ഇപ്പം പെയിൻഫുള്ളായിട്ട് വിഷമിച്ച് നിൽക്കുന്നത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഞാൻ. കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിഞ്ഞൂടാ, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഒന്ന് പണി തന്നിട്ട് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കരയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണിത് മനസ്സിലാവാത്ത സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നൊരു സമയം വരും. ഓക്കെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങളൊരു സൺഷൈനായിട്ട് നിങ്ങൾ പറക്കുന്നൊരു ഡേ വരും. 100% നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദിവസം വരും. അങ്ങനത്തെ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങൾ തന്നെയായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ഏഞ്ചൽ തന്നെയായിരിക്കും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും വരുന്നത്. നിങ്ങളുടെ എനർജിയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെടുക്കുന്ന ഓരോ ബ്രീത്തും ഈ പറയുന്ന യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണ്, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ പറയുന്ന ആഹാരമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തുണ്ടെങ്കിലോ അതിലൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന യൂണിവേഴ്സ് ഓക്സിജൻ തന്നില്ലെന്നുണ്ടെങ്കിൽ ശ്വാസം എടുത്ത് നമുക്ക് തിരിച്ചു വിടുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ തട്ടിപ്പോവും. ഓക്കെ, അപ്പം യൂണിവേഴ്സിനെ കൂടുതലും ആരാധിക്കാൻ വേണ്ടി നോക്കുക. ഈ ഭൂമിയെ കൂടുതലും ഈ ഭൂമിയാണ് നമ്മൾ കൂടുതലും ആരാധിക്കേണ്ടത്. ദൈവം എല്ലാം ഉണ്ട് എങ്കിൽ പോലും ഈ ഭൂമിയിൽ നിൽക്കുന്ന അടുത്തോളം കാലം നമ്മൾ ഈ ഭൂമിയെ ട്രസ്റ്റ് ചെയ്യണം. ഈ ഭൂമി തന്നെയാണ് നമുക്ക് വാസസ്ഥലം തരുന്നതും മനുഷ്യൻ എന്നുള്ള നിലയിൽ. ഓക്കെ, അപ്പം ഈ സമയം നിങ്ങളുടെ വന്നിരിക്കുന്നതിന് പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു സമയമായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തൊട്ട് സ്പർശിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ മെച്ചപ്പെടുത്തും എന്നുള്ള ഈ സമയത്ത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സും അനുഗ്രഹങ്ങളും വെൽത്തും ഹെൽത്തും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വരേണ്ട വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. ഒരു കംഫർട്ടായിട്ടുള്ളൊരു ലെവൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെയോ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റിയ, നിങ്ങൾക്ക് നിങ്ങളുടെ ജേണിയിലോട്ട് പോകാൻ പറ്റിയ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആവുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആക്കാൻ പറ്റുന്നുണ്ട് ഈ സമയം. ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഇമോഷണൽ ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇമോഷണൽ ബാലൻസ്ഡ് ആവുന്നുണ്ട്. നെഗറ്റീവ്സ് വിട്ടതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന കരങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം തന്നെയല്ലേ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ സംരക്ഷിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കരങ്ങൾ നിങ്ങളെ ഒരിക്കലും കൈവിടത്തൊന്നുമില്ല. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പ്രശ്നങ്ങൾ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും തരണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം മനുഷ്യന്മാരാണ്, ലൈഫാണ്, ജീവിതമാണ്. കുറേയധികം പ്രശ്നങ്ങൾ വരും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ നമ്മളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. വരേണ്ട വിധി, വരേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അത് വരിക തന്നെ ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് നമുക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഫൈൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പോകേണ്ട വഴികൾ, പോകേണ്ട സിറ്റുവേഷൻസ്, പോകേണ്ട കർമ്മ, പോകേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. ഈ ഒരു മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നല്ല പോസിറ്റീവും നല്ല സിറ്റുവേഷൻസും ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പണപരമായിട്ടും ആഹാരപരമായിട്ടും പുതിയ ആഹാരമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, പുതിയ ആഹാരം വെളിയിൽ പോയിട്ട് മേടിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കൈക്ക് എന്തോ പവറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൈക്ക് എന്തെങ്കിലും പവറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു പവറുണ്ട്. ആഹാരം മറ്റുള്ളവർക്ക് മേടിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നു. കൊടുത്താൽ നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും, ചെയ്ത് കൊടുത്താൽ ചെയ്ത് കിട്ടും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോണേ.
അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യു ആർ എ ഏഞ്ചൽ, നിങ്ങളൊരു ഏഞ്ചൽ തന്നെയാണ്, നിങ്ങളൊരു മാലാഖ തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നിങ്ങളുടെ ഫേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, നിങ്ങളുടെ സോളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം പ്യുവറാണത്. നിങ്ങളീ കാണുന്ന സോളോ അല്ലെങ്കിൽ നിങ്ങളീ കാണുന്ന ഗ്ലാമറോ ലുക്കൊന്നും അല്ല നിങ്ങളുടെ സോള്. ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ഒരു ഏഞ്ചൽ ആയിരിക്കും, ഒരു മാലാഖയായിരിക്കും. ഓക്കെ, അപ്പം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഭയങ്കരമായിട്ട് സൺഷൈനാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും എനർജി, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, മാനസികപരമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് ഉണ്ടാകും. നിങ്ങളുടെ കൊച്ചു പ്രായത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം നിങ്ങൾ കാണിച്ചു തരും. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ചൈൽഡ്, നിങ്ങളുടെ ഒരു കൊച്ചു പ്രായത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് കൊച്ചു പ്രായത്തിലോട്ട് പോകാൻ വേണ്ടി വരുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് നമുക്ക് ചെറുപ്രായത്തിലോട്ട് പോകണം, ചെറുപ്രായത്തെ കണക്കിരുന്നാൽ മതി. ബട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ചെറുപ്രായം, നിങ്ങളുടെ ഒരു ടൈം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. അതെന്താണ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതിലോട്ടൊക്കെ കടന്നു പോകും ഈ ടൈം. ഞാൻ പറയുന്നത് നോക്കിക്കോളൂ നിങ്ങൾ. അപ്പം മനസ്സുകൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത്, ഏപ്രിൽ മന്ത്. അപ്പം ഈ സമയം നിങ്ങൾ കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കും, എൻജോയ്മെൻ്റ് ആയിരിക്കും, ജോയ്ഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചൊക്കെ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സണായിട്ട് താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യണം. ഓക്കെ ബൈ, ടാറ്റ, അടുത്ത വീഡിയോ കാണാം, ബൈ.